കാട്ടിലേക്കാട് അരവിന്ദ നമ്മളീ പോകുന്നു. അന്ത്യയായാൽ നമ്മൾ എവിടെ ഒന്ന് കിടക്ക്. എവിടെയെങ്കിലും കിടക്കാമേ. ഒന്ന് നിന്നേ. എന്താ? ഈ ഗ്രാമം ഏതാ? ആലപ്പള്ളി എന്ന് പറയും. ആരാ? എവിടുന്നാ? എന്റെ പേര് അരവിന്ദൻ. കുറച്ച് ദൂരെന്നാ, തമിഴ്നാട്ടിന്നാ. എന്താ പേര്? അജയൻ. അജയ, ഇവിടെ ഒരു കുടിൽ വെച്ച് കിട്ടാൻ പറ്റിയ പുറമ്പോക്ക് വല്ലതും കിട്ടുമോ? ഓ, ഗാർഡന്മാർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. കൂലി കൊടുക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രാണ സങ്കട. ഓവർ ടൈം ചെയ്തോ, അത് ഇഷ്ടമാ. പക്ഷെ അതിന് കാശ് ചോദിക്കരുത്. എന്നിട്ട് തൊഴിലാളികളുടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ? എവിടെ? ഒരു തമിഴ് ഗ്രാമം, അക്ഷരാഭ്യാസം ഇല്ലാത്ത കുറെ തമിഴന്മാര്. ഞാൻ ചെന്ന് ഫോർമാനായിട്ട് ചാർജ് എടുത്തു, പ്രശ്നങ്ങൾ തുടങ്ങി. ആദ്യത്തെ ഒരു മാസം ഞാൻ അനങ്ങില്ല. പിന്നെ ഓവർ ടൈമിന്റെ കാശ് ചോദിച്ചു, ബോണസും ചോദിച്ചു. എന്നിട്ട് തന്നോ? അടി തരുമെന്ന് പറഞ്ഞു. ഞാൻ മിണ്ടിയില്ല. പിന്നെ പതുക്കെ പതുക്കെ ഒരു യൂണിയൻ അങ്ങ് സെറ്റപ്പ് ചെയ്തു. സ്ട്രൈക്കും. ആ ഗ്രാമത്തിൽ ആദ്യമായിട്ട് പോലീസ് വരുന്ന അന്നാ. അടിയെന്ന് പറഞ്ഞാ പൂരാടി. ഞാനടക്ക് 20 പേരകത്തായി. ബാക്കി 19 പേരെ ഓരോന്നും 2 കൊടുത്ത് അന്ന് തന്നെ പറഞ്ഞു വിട്ടു. എന്നെ 4-ാം പക്കം വിട്ടു. ഈ 4 ദിവസവും എന്നെ കാണാൻ ഒരൊറ്റ തൊഴിലാളി പോലും വന്നിട്ടില്ല. തിരിച്ച് ഫാക്ടറി ചെന്നപ്പോ എനിക്ക് മാത്രം ജോലിയില്ല. ബാക്കിയുള്ളവരൊക്കെ പണിയെടുക്കുന്നു. അവിടെ വർഗബോധം തൊഴിലാളിക്കില്ല, മുതലാളിമാർക്കുണ്ട്. ആ പ്രദേശത്ത് ഒരിടത്ത് പോലും പിന്നെ എനിക്ക് ജോലിയില്ല. ആയിടയ്ക്കാ സുമതി കുഞ്ഞലക്ഷ്മി പ്രസവിച്ചത്. പ്രസവത്തോടെ സുമതി മരിച്ചു. പിന്നെ ഒരലച്ചിലായിരുന്നു. ജീവിക്കാൻ വേണ്ടി പല വേഷവും കെട്ടി. ഉണക്കമീൻ കച്ചവടം, ചായയടി, ഡ്രൈവിങ്, ബിരിയാണി വെപ്പ്. ചിരിക്കണ്ട, നല്ല അസല് ബിരിയാണി ആയിരുന്നു. അങ്ങനെ പിന്നെ ഒരു മേൽശാന്തിന്റെ അസിസ്റ്റന്റ് കീശാന്തി, ഏറ്റവും ഒടുവിൽ ബാലെ. ബാലെ? ആ, ബാലെ, വീരമാന്റെ കട്ടബൊമ്മൻ. ഡാൻസ് അറിയോ? അഭിനയം? എവിടെ? മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു, സംഗീത സംവിധാനം. ആ ഇടയ്ക്ക് ഞാൻ ചിലരെയൊക്കെ പരിചയപ്പെട്ടു. വർഗസമരം, തൊഴിലാളി പ്രസ്ഥാനം, ഇവയെക്കുറിച്ചൊക്കെ നേരാമണ്ണം പഠിപ്പിച്ചതെന്ന് അവരാ. 100% എനിക്ക് അവരോട് ചോദിക്കാൻ കഴിയല്ല. എന്നാലും മിടുക്കന്മാരാ. തോമാച്ചൻ വക്കീലും ശശി. അവിടെ ചുറ്റിത്തിരിഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത് അവരാ. ഞാൻ ഈ അന്തരീക്ഷമൊക്കെ പഠിച്ച് ശരിപ്പെട്ട് വരുമ്പോ അവര് വരും. ഞാൻ പരിചയപ്പെടുത്തി തരാം. അല്ല, അജയനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. സംഭവബഹുലം അല്ല. അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്. ഒരു ചെറുകിട കർഷകൻ. അന്തിയുറക്കം പാടത്ത്, കാവൽ മാടത്തിൽ. അതെന്താ? ലേശം ദുരുദ്ദേശമുണ്ട്, പിന്നെ പറയാം. മക്കളെ, ഇനി കഞ്ഞി ഒടിച്ചിട്ട് ജോലി ചെയ്യാം. ആ, വാ കഞ്ഞി കുടിക്കാം. പരീക്ഷ എങ്ങനെ എഴുതി? എല്ലാം എഴുതി. ഞാൻ പോട്ടെ. നില്ലടി പെണ്ണേ. അരവിന്ദേട്ടാ, ഇത് ട്രീസ, നമ്മുടെ മറിയച്ചേട്ടത്തിയുടെ മോളാ. നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇന്നലെ പറഞ്ഞ ആളല്ലേ? വലിയ തൊഴിലാളി പ്രവർത്തന. 10ാം ക്ലാസ്സിലാണല്ലേ പഠിക്കുന്നത്? അതെ. പരീക്ഷ എല്ലാം കഴിഞ്ഞോ? ഇല്ല, ഇനി 2 എണ്ണം കൂടി ഉണ്ട്. ഒരു നമ്പർ പറഞ്ഞേ. 10 താഴെ ഒരു നമ്പർ പറ കുട്ടി. 4. 4. 4, 16, 4, 26, 4, 24, 24, 26, 26, 7 പോയാ 19, 9, 10. ഫസ്റ്റ് ക്ലാസ് ഉറപ്പാ. ഉണക്കമീൻ ബിരിയാണി യുഗത്തിലെ മറ്റൊരു വേലത്തരം, ജോത്സ്യം. കാവൽ മാടത്തിലെ ദുരുദ്ദേശം മനസ്സിലായ കേട്ടോ. നിങ്ങളുടെ കഷ്ടകാലം ഒരു കാലത്തും തീരുകയില്ല. എങ്ങനെ തീരാനാ? രാപകൽ അധ്വാനിച്ചുണ്ടാക്കുന്ന നെല്ലും വൈക്കോലും നിങ്ങൾ എന്തിനാ ഈ പടാവലക്ക് ശങ്കരത്ത് കൊണ്ടേ കൊടുക്കുന്നേ? നിങ്ങൾക്കത് പാലക്കാട് കൊണ്ട് കൊടുത്തൂടെ? അരവിന്ദേട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഈ നാട്ടിലെ ഒട്ടുമുക്കാല നെൽപ്പാടങ്ങളും ശങ്കരത്ത് തറവാട്ട് വകയാ. ആ മാധവമേനോന്റെ അളിയന്റെ. പിന്നെ ഉള്ളത് ഞങ്ങൾ കുറച്ച് ചെറുകിട കർഷകരാ. വിത്തും വളവും തുടങ്ങി ചാഴിക്കടിക്കുന്ന മരുന്ന് വരെ ശങ്കരത്ത് നിന്ന് കടം തരിക. ആ തരം പണയത്തുമൽ. വെള്ളപ്പൊക്കം വന്നാലും വരൾച്ച വന്നാലും മുതലും പലിശയും കടം. അടുത്ത കൃഷിയാകുമ്പോൾ പലിശയ്ക്ക് മേൽ പലിശ. കടം തരുമ്പോഴേയുള്ള കരാറാ നെല്ല് ശങ്കരത്തെ റൈസ് മില്ലിൽ കൊടുത്തോണമെന്ന്. അവരോട് മത്സരിച്ച് ജയിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അല്പസ്വല്പമെങ്കിലും സ്വന്തം ഭൂമിയുള്ളത് ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രമാണ്. ഞങ്ങൾക്ക് പോലും മുഴുവൻ സമയം ജോലിയില്ല. ഇരിപ്പു നിലങ്ങളാ.
ആണ്ടി 2 തവണയെ കൃഷിയുള്ളൂ. 6 മാസത്തെ ജോലി. പോയിട്ട് 6 മാസം ഞങ്ങളും ശങ്കരത്തെ കൂലിക്കാരാ. പാടത്ത്, റൈസ് മില്ലില്, അല്ലെങ്കിൽ ഓട്ട് കമ്പനി. എടോ അരവിന്ദ, തനിക്ക് എന്നോടൊന്നും തോന്നരുത്. തനിക്ക് പാർട്ടിയൊന്നുമില്ലല്ലോ. പാർട്ടിയുള്ള ഒരുപാട് യൂണിയൻകാർ ഇവിടെ വന്നു. യൂണിയൻ ഉണ്ടാക്കാം, സംഘടന ഉണ്ടാക്കാം, അമ്മയുടെ 16 അടിയന്തരം നടത്താമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറെ പാവങ്ങൾ ഇത് കേട്ടങ്ങ് വിശ്വസിക്കും. പിന്നെ പല നിറത്തിലുള്ള ഓരോ കൊടികൾ പോങ്ങും. കുറെ പേര് തല്ലുകൊള്ളും, ലോക്കപ്പിൽ പോവും. നേതാക്കന്മാര് ശങ്കരത്ത് പോയി കഞ്ഞിയും കുടിച്ച് കാശും മേടിച്ച് ഒത്ത ബാല്യക്കാരുടെ ചൂട് പറഞ്ഞിട്ട് അങ്ങ് പോവും. പിന്നെ കാണില്ല. കുറെ പേര് തെറ്റ് ചെയ്തെന്ന് കരുതി എല്ലാരും അങ്ങനെ ആണോന്നില്ലല്ലോ. പാർട്ടി സെല്ല് രൂപീകരിക്കണ്ട, പക്ഷേ പരസ്പര സഹകരണം ആകാലോ. സർക്കാർ അനുവദിച്ചിട്ടുള്ള പരിധി നിന്നുകൊണ്ട് തന്നെ നമുക്ക് പലതും ചെയ്യാൻ കഴിയും. അതിന് വിപ്ലവം ഗോഗ്വാവിളിയൊന്നും വേണ്ട. ഉദാഹരണത്തിന്, നമ്മൾ ഒരുമിച്ചാൽ സഹകരണ അടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങാം, ഒരു സഹകരണ സംഘം രൂപീകരിക്കാം, സഹകരണ ബാങ്ക് തുടങ്ങാം. വിത്തും വളവും കടം കിട്ടുന്നതിന് ബ്ലോക്ക് ഡെവലപ്മെന്റ് കീഴിൽ പല സ്കീമുകളുമുണ്ട്. സർക്കാർ നിശ്ചയിച്ച തറവിലയ്ക്ക് തന്നെ നമുക്ക് നമ്മുടെ നെല്ല് വിൽക്കാൻ കഴിയും. 10 or 25 വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒരു ചെറുകിട കർഷകനായിരുന്ന ശങ്കരത്ത് മാധവമേനോൻ ഈ ഗ്രാമത്തിന്റെ 90% കൈയടക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ?